ദേ ആ പോണ പോക്ക് കണ്ടോ? എത്ര നേരം ഞാൻ കുത്തിരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമാണെന്നറിയോ? ഹൈ, ഞാൻ ഉണ്ടാക്കുന്നത് മൊത്തം എന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയാൻ പാടില്ലാത്തത്. അല്ലെങ്കിൽ നമ്മൾ ഈ റീൽസിൽ കാണുന്നതൊന്നല്ല കേട്ടോ റിയാലിറ്റി. കാരണം ഒരു സാധനം ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് ഇത്തിരി പാട് തന്നെയാണ്. നമ്മളൊരു സാധനം നല്ല രസമുള്ള ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് അങ്ങ് തുടങ്ങി വെക്കും. പിന്നെയാണ് മനസ്സിലാക്കണേ അതിൻ്റെ ആ ഒരു മാങ്ങാണ്ടിയുടെ അടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയുള്ളൂ. അതാണ് സംഭവം, അതാണ് ശരിക്കും സംഭവം. ഇത് ഞാൻ ഈ പിൻട്രസ്റ്റിൽ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു ദുരന്തം പിടിച്ച സമയത്ത് എനിക്ക് തോന്നിയതാണ് ഈ കുന്ത്രാണ്ടം ഉണ്ടാക്കാനായിട്ട്. ഉണ്ടാക്കി വന്ന് എൻ്റെ ക്ഷമേനെ എനിക്കങ്ങ് മനസ്സിലാക്കി തന്നൊരു സംഭവമാണ് ഈ ക്രാഫ്റ്റ്. അങ്ങനെ ഫസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ പിടിച്ചില്ല, ഞാൻ തന്നെ ഉരി മാറ്റി. രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുറച്ച് അധികം മെനക്കെട്ട് നല്ലപോലെയൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഉണ്ടാക്കിയപ്പം നല്ല ബലമൊക്കെ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ രണ്ട് വശത്തൊരു നൂല് കെട്ടി അങ്ങ് ഉയർത്തി പിടിച്ചപ്പോൾ ദേ പോണ്. ഇതാണ് മോനെ എൻ്റെ ക്ഷമ തീർന്നവിടെ. പിന്നെ എനിക്ക് വാശിയായി. എന്നാൽ പിന്നെ ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം വെച്ച് മൂന്നാമതും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സംഭവം എന്തേ സെറ്റായി വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ.